കൂട്ടക്കുരുതിക്ക് ശേഷം സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ പദ്ധതിയിട്ടവനാണ് വെഞ്ഞാറമൂട്ടിലെ അഫാൻ. മുത്തശ്ശിയെയും കാമുകിയെയും ബന്ധുക്കളെയും ഉൾപ്പെടെ 4 പേരെ വകവരുത്തിയെങ്കിലും എവിടെയോ അയാളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. അഫാന്റെ ക്രൂരമായ ആക്രമണത്തിനിരയായ അമ്മ ജീവിതത്തിലേക്ക് തിരികെ വന്നു. എന്നാൽ ലോകം വെറുക്കപ്പെട്ടവനായി കാണുന്ന ആ ചെറുപ്പക്കാരൻ ജീവിക്കണമെന്ന് സ്വന്തം മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. ചോര കണ്ട് അറപ്പും മാറിയ അഫാൻ മരണത്തെപ്പോലും ഇപ്പോൾ ഭയക്കുന്നില്ല. അങ്ങനെ കൂട്ടക്കൊലക്കേസിലെ പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണമുള്ള UTB ബ്ലോക്കിലെ തടവുമുറിയിൽ നിന്നും TV കാണാനായി പുറത്തിറക്കുന്നത്. തുടർന്ന് ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട അഫാൻ ഇവിടെ വെച്ച് ഉണക്കാനിട്ടിരുന്ന മുണ്ട് കഴുത്തിൽ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ശബ്ദമൊന്നും കേൾക്കാതിനെ തുടർന്ന് ജയിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്ന അഫാനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുകയായിരുന്നു. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലായ അഫാനെ ഉടൻ തന്നെ വെന്റിലേറ്റർ സഹായത്തിലേക്ക് മാറ്റി. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന അഫാന്റെ നില ഗുരുതരമാണ്. ഫെബ്രുവരി 24-നായിരുന്നു തലസ്ഥാനത്തെ നടക്കിയ കൂട്ടക്കൊലപാതകം. പ്രതി അഫാൻ സംഭവ ദിവസം രാവിലെ പെരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി മുറിയിൽ അടച്ചതിനു ശേഷം ഉറ്റ ബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി. കാമുകിയെയും അനുജനെയും വീട്ടിൽ വെച്ചാണ് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊന്നത്. മണിക്കൂറുകളുടെ ഇടവേളയിലായിരുന്നു 5 കൊലപാതകങ്ങൾ. കൊലപാതക പരമ്പരയ്ക്ക് ശേഷം എലിവിഷം കഴിച്ച ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. കേസിലെ ഏകപ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിലെ വിചാരണ തടവുകാരനാണ്. 2 ദിവസം മുൻപാണ് പിതൃമാതാവ് സൽമ ബീവിയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് അഫാന്റെ 2ാമത്തെ ആത്മഹത്യാ ശ്രമം. വലിയ കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നായിരുന്നു അഫാന്റെ മൊഴി. ന്യൂസ് 18 തിരുവനന്തപുരം.